സുഗമോദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ദേവിക ചന്ദ്രോത്ത് വീട്ടിൽ വന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു. തൻ്റെ അച്ഛനെ മനഃപൂർവ്വം നന്ദൻ കൊല്ലാൻ ശ്രമിച്ചു എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് ദേവിക ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അതൊരു അബദ്ധമായിരുന്നു എന്നും ഋഷിയുടെ കൂട്ടുകാർ ശല്യം ചെയ്തതിൻ്റെ ഭാഗമായി ഇടയ്ക്ക് കയറി വന്ന മാധവൻ അടി കിട്ടിയതാണെന്നും തൽക്കാലം ദേവിക മനസ്സിലാക്കുന്നില്ല. ചിലപ്പോൾ മാധവന് ബോധം തെളിയുമ്പോൾ സത്യം തുറന്നു പറയുന്ന ആ സമയത്തായിരിക്കും നന്ദൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, അറിഞ്ഞുകൊണ്ടല്ല, അബദ്ധത്തിൽ അങ്ങനെ ഒരു അടി കിട്ടിയതാണെന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പം തന്നെ ഗിരീഷ് കള്ളത്തരം പറഞ്ഞതുകൊണ്ട് തന്നെ ഗിരി പറയുന്നത് ശാരികയും രാധികയും ദേവികയും ഒന്നും തൽക്കാലം വിശ്വസിക്കുന്നില്ല. ആദ്യമേ തന്നെ സത്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ ഗിരി പറയുന്നത് പൂർണ്ണമായും വിശ്വസിച്ചേനെ. ഇപ്പം തന്നെ കള്ളം പറഞ്ഞതുകൊണ്ട് ഗിരിയേട്ടൻ പറയുന്നത് വിശ്വസിക്കാതെ ചന്ദ്രോത്തേക്ക് ചെന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട് ദേവിക. തൻ്റെ അച്ഛനെ കൊല്ലാൻ ശ്രമിച്ച കുറ്റത്തിന് ദേവിക സിദ്ധുവിൻ്റെയും പ്രഭാവതിയുടെയും മുമ്പിൽ വെച്ച് തന്നെ നന്ദനെ അപമാനിക്കുന്നുണ്ട്. അതും കൂടി ആയപ്പോൾ നന്ദന് തീരാത്ത വിഷമമാകുന്നു. ഇപ്പം തന്നെ ദേവിക തൻ്റെ ജീവിതത്തിൽ നിന്ന് അകന്നു പോയതിൻ്റെ വിഷമത്തിന് സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്തുണ്ടായ ദുരന്തങ്ങളാണ് തൊട്ടു പിന്നാലെ വന്നത്. അറിഞ്ഞുകൊണ്ടല്ലേലും അബദ്ധത്തിൽ നന്ദൻ ചെന്ന് ചെയ്യുന്നതും കാണിക്കുന്നതും ഒക്കെ അബദ്ധമായി മാറുന്നുണ്ട്. അത് തീരാത്ത വിഷമത്തിലേക്ക് ദേവികയുടെ ജീവിതത്തിനെ ബാധിക്കുകയും ചെയ്യുന്നു. ആ ഒരു സാഹചര്യത്തിൽ സിദ്ധാർത്ഥനും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നന്ദനെ മാത്രമാണ് കുറ്റപ്പെടുത്തുന്നത്. എന്നാൽ സത്യമൊക്കെ അറിയാവുന്ന പ്രഭാവതി മാത്രം നന്ദനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അബദ്ധം പറ്റിയതാണെന്നും ഋഷിയുടെ കൂട്ടുകാർ ശല്യം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഒരബദ്ധം പറ്റിയതാണെന്ന് പ്രഭാവതിക്ക് മനസ്സിലാകുന്നെങ്കിലും അത് മറ്റൊരാളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പ്രഭാവതിക്കാകട്ടെ പറ്റില്ല. കാരണം അങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ എല്ലാം പറയേണ്ടി വരും. അതുകൊണ്ട് മൗനമായി നിൽക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ. ശരിക്കും എന്താ സംഭവിച്ചതെന്നറിയാൻ സിദ്ധു ആണെങ്കിൽ ഗിരിയെ കാണുന്നുണ്ട്. സത്യം ഗിരി, നന്ദനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ കള്ളമൊന്നും പറയണ്ട, ശരിക്കും എന്താ നടന്നതെന്നുള്ള കാര്യം എന്നോട് തുറന്നു പറയണം എന്ന് പറയുമ്പം ഗിരി പറയുന്നു, മാധവേട്ടൻ ചന്ദ്രോത്ത് വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാ. വഴിയരികിൽ വെച്ചാൽ എന്നെ കണ്ടത്. പക്ഷേ ആദ്യമൊന്നും സത്യം പറഞ്ഞില്ല. കൂട്ടുകാരനെ കാണാൻ പോവുകയാണെന്ന് കള്ളം പറഞ്ഞുവെങ്കിലും പിന്നീട് ഞാൻ നിർബന്ധിച്ച് ചോദിച്ചപ്പം സത്യം പറഞ്ഞു. അതിൻ്റെ ഞങ്ങൾ രണ്ടുപേരും കൂടി വരുന്ന സമയത്താണ് വഴിയരികിൽ കുറേ ഗുണ്ടകൾ നന്ദനെ ആക്രമിക്കുന്നത് കണ്ടത്. രക്ഷിക്കാൻ പോയ മാധവേട്ടന് നന്ദൻ്റെ കയ്യിൽ നിന്നും അബദ്ധത്തിൽ തല്ലുകൊണ്ടതാണെന്ന് പറയുമ്പം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആര് വിശ്വസിക്കും? എന്തിനാ നന്ദനെ ആളുകൾ തല്ലാൻ കാരണമായത്? നന്ദൻ അതിന് വേണ്ടിയിട്ട് എന്ത് തെറ്റാ ചെയ്തത്? ദേവികയോടും വീട്ടിലും ചെയ്യുന്ന തെറ്റു പോരാഞ്ഞിപ്പം മറ്റുള്ളവരെയും ബുദ്ധിമുട്ടിക്കാൻ പോയിട്ടുണ്ടാകും. അതാ അവനെ വഴിയരികിൽ തടഞ്ഞു നിർത്തിയ ആളുകൾ പഞ്ഞിക്കിടുന്നത്. ചിലപ്പോൾ ഇനി ദേവികയായിട്ടുള്ള പ്രശ്നവും ഹോട്ടൽ റൂമിൽ വെച്ച് ഇസബല്ലയും നന്ദനെയും കൂടി അറസ്റ്റ് ചെയ്തെന്നുള്ള ന്യൂസൊക്കെ സ്പ്രെഡ് ആയതിൻ്റെ പേര് ആരെങ്കിലും ചോദ്യം ചെയ്ത് തല്ലിയതാകുമോ എന്തോ. എന്തായാലും ദേവിക മോൾ പോയതിന് ശേഷം നന്ദൻ ചന്ദ്രോത്ത് വീട്ടിൽ കൃത്യമായിട്ടൊന്നും വരുന്നില്ല. മദ്യപിക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അവൻ്റെ കൂട്ടുസെറ്റൊന്നും നമ്മൾ ആരും വിചാരിക്കുന്ന പോലെയുള്ള ആൾക്കാരല്ല. മുമ്പ് മുരളിയോടൊപ്പം കൂടി നടന്ന സമയത്ത് ഇത്രയധികം ചീത്തപ്പേരൊന്നും അവൻ കേൾപ്പിച്ചിട്ടില്ലായിരുന്നു. എന്തോ ചെയ്യട്ടെ, പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. എന്തിനും പ്രഭാവതി കൂടെ ഉണ്ടല്ലോ എന്ന് പറയുന്ന സമയം അവനെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ബാധിക്കുന്നുണ്ട്. അത് വ്യക്തമായിട്ട് തുറന്നു പറയാതെ ഈ പ്രശ്നങ്ങളൊന്നും ഇവിടെ തീരില്ല. ദേവിക ഇപ്പോൾ തന്നെ നന്ദനെ ഒരുപാട് വെറുക്കുന്നുണ്ട്. ഫയൽ മോഷ്ടിച്ചതിൻ്റെ പേര് പിണങ്ങിപ്പോയെന്നല്ലാതെ ഇപ്പോൾ അച്ഛനെ അപായപ്പെടുത്താൻ ശ്രമിച്ചതും നന്ദനാണെന്ന് അറിഞ്ഞതിന് ശേഷം ബന്ധം ഒഴിയണമെന്ന് തീരുമാനിച്ചിരിക്കുക. ഇപ്പോൾ എനിക്ക് പോലും ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞാലും അവരാരും കേൾക്കില്ല. ഞാൻ ആ ഹോസ്പിറ്റലിൽ നന്ദന് പ്രശ്നമൊന്നും വരരുത്, കേസാകരുത് എന്ന് വിചാരിച്ചിട്ട് മാധവേട്ടനൊരു ആക്സിഡൻറ്റ് പറ്റിയെന്ന എല്ലാവരോടും കള്ളം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ശാരികയ്ക്ക് എന്നോട് അല്പം ഒരു വിരോധമുണ്ട്. അത് പിന്നെ ആർക്കാ ഉണ്ടാകാത്തെ? സ്വന്തം അച്ഛനെ അപായപ്പെടുത്താൻ ശ്രമിച്ചത് മരുമകൻ തന്നെയാണെന്നുള്ള സത്യം അറിയുമ്പോൾ എങ്ങനെയാ സമാധാനപ്പെടുക? എന്തായാലും അച്ഛൻ വിഷമിക്കേണ്ട. ഞാൻ നന്ദനെ നേരി കണ്ട് അന്ന് ശരിക്കും എന്താ നടന്നതെന്നുള്ള കാര്യം ചോദിച്ചറിയുന്നുണ്ട്. അവനെ അലട്ടുന്ന പ്രശ്നം എന്താണെന്ന് ഇനിയെങ്കിലും അവൻ്റെ വായാൽ ഞാൻ അറിഞ്ഞിട്ടേ പോകൂ എന്നും പറഞ്ഞ് ഗിരിയാണെങ്കിൽ നന്ദനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. ആദ്യമൊന്നും നന്ദൻ ഗിരിയോട് സംസാരിക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. കാരണം ബെല്ലയും കെവിനും പറഞ്ഞിരിക്കുന്നത് സത്യം തങ്ങളോട് മാത്രമേ ഷെയർ ചെയ്യാൻ പാടുള്ളൂ, മറ്റാരുടെയും പറയരുത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിയമത്തിൻ്റെ കുരുക്കിൽ ചെന്ന് അകപ്പെടും എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ആദ്യം നന്ദൻ സത്യം പറയുന്നില്ല. അപ്പം ഗിരിയാണെങ്കിൽ നന്ദനെ ഷർട്ടിൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട്. സത്യം പറയടാ, അന്ന് നിന്നെ വഴിയരികിൽ തടഞ്ഞു നിർത്തി പ്രശ്നം ഉണ്ടാക്കിയവരാരാ? നീയും അവരും തമ്മിലുള്ള പ്രശ്നം എന്താ? നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ മാധവേട്ടൻ അങ്ങോട്ടേക്ക് വന്നു കയറിയത്? ആ മനുഷ്യൻ അങ്ങനെ വയ്യാതെ കിടന്ന സാഹചര്യത്തിൽ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പോലും നീ കൂട്ടാക്കില്ല. അത് പോട്ടെന്ന് വെക്കാം, ഞാനല്ലേ നിന്നോട് പറഞ്ഞത് രക്ഷപ്പെട്ട് പൊക്കോളാൻ. പക്ഷേ ഹോസ്പിറ്റലിൽ ഒരു ദിവസം നിനക്ക് അദ്ദേഹത്തെ വന്ന് കണ്ടുവിടായിരുന്നോ? നീ കാണിക്കുന്നതൊന്നും
ഒട്ടും ശരിയല്ല നന്ദ, സത്യം പറയുന്നു പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത് കേട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ അച്ഛനെ വന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ദേവിക എങ്ങനെ എന്നോട് പ്രതികരിക്കുമെന്ന് പേടിച്ചിട്ടാണ് വരാഞ്ഞത്. പിന്നെ എന്നെ വഴിയരികൾ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തവർ മറ്റാരുമല്ല, ഋഷിയുടെ കൂട്ടുകാരാ. ഋഷിയെ കാണാതായതിൻ്റെ പിന്നിൽ ഞാനാണെന്നും പറഞ്ഞ് അവരെന്നെ പിന്തുടർന്ന് വേട്ടയാടുക. ഞാൻ അറിഞ്ഞുകൊണ്ടല്ല അച്ഛനോട് അങ്ങനെ ചെയ്തത് എന്ന് പറയുന്നത് കേട്ടിട്ട് ഗിരി പലതും ആലോചിക്കുന്നുണ്ട്. ഋഷിയുടെ കൂട്ടുകാർ ഇപ്പോഴും നന്ദനെ മാത്രം പിന്തുടർന്ന് ആക്രമിക്കണമെന്നുണ്ടെങ്കിൽ ഋഷിയെക്കുറിച്ച് ഇതുവരെ അറിവൊന്നും കിട്ടിയിട്ടില്ലേ? ഇനി ചിലപ്പോൾ ഋഷിയുടെ കൂട്ടുകാർ ഭയപ്പെടുന്നത് പോലെ ഋഷിയെ കാണാതായതിൻ്റെ പിന്നിൽ നന്ദന് എന്തെങ്കിലും പങ്കുണ്ടോ? അങ്ങനെയൊക്കെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. എന്തായാലും അധികം താമസിക്കാതെ മുരളിയും ഗിരിയും ദേവികയും ശാരികയും എല്ലാവരും കൂടി ചേർന്ന് നന്ദനും കെവിനും ബെല്ലയും കൂടി നടത്തുന്ന എല്ലാ നാടകവും പൊളിക്കും. മാത്രമല്ല ഋഷിയെ വെട്ടത്ത് കൊണ്ടുവരികയും ചെയ്യും. അതോടെ എന്താകുമെന്ന് കാത്തിരിക്കാം.